ഭൂമിയുടെ കാവൽക്കാരാണ് കർഷകർ. മണ്ണിൻ്റെ അടിയിൽ പച്ചമണ്ണിൻ്റെ ഗന്ധമറിഞ്ഞ് രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന വിഭാഗമാണ് കർഷകർ. കർഷകരുടെ അധ്വാനത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന വരികളാണ് ശ്രീ തിരുനെല്ലൂർ കരുണാകരൻ രചിച്ച തരിശുനിലങ്ങളിലേക്ക് എന്ന കഥ. നമുക്ക് കവിത കേൾക്കാം. തരിശു നിലങ്ങളിലേക്കു വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ. തരിശു നിലങ്ങളിലേക്കു വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ. എരിയും വേനലിനറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ. അവരുടെ മിഴിയിൽ മിന്നൽ പിണരുകളകമേ തെളിനീർക്കുളിരുകളും. അവരുടെ മിഴിയിൽ മിന്നൽ പിണരുകളകമേ തെളിനീർക്കുളിരുകളും. തളരാതുയരും കൈകളിലുണ്ടേഴഴകായി വിളയും വിത്തുകളും. തളരാതുയരും കൈകളിലുണ്ടേഴഴകായി വിളയും വിത്തുകളും. ഇടിവാളുകളായി കുളിരായി അഴകായി അടിപതറാത്തൊരദൃശ്യതയായി. ഇടിവാളുകളായി കുളിരായി അഴകായി അടിപതറാത്തൊരദൃശ്യതയായി. തരിശു നിലങ്ങളിലേക്കു വരുന്നു കരുതിയിറങ്ങിയ വേലക്കാർ. തരിശു നിലങ്ങളിലേക്കു വരുന്നു കരുതിയിറങ്ങിയ വേലക്കാർ. വ്യഥകളെ ഉള്ളിലുരുക്കിക്കൊണ്ട ഹൃദയശതങ്ങൾ തുടിക്കുമ്പോൾ. വ്യഥകളെ ഉള്ളിലുരുക്കിക്കൊണ്ട ഹൃദയശതങ്ങൾ തുടിക്കുമ്പോൾ. തരസ സൃഷ്ടിസ്ഥിതിലയ ശക്തികൾ ഒരുമിച്ചുണരുകയാണല്ലോ. അവരുടെ കാൽ പെരുമാറ്റങ്ങൾ പെരുവഴികളെ ഇട്ടുമെതിക്കുമ്പോൾ. അവരുടെ കാൽ പെരുമാറ്റങ്ങൾ പെരുവഴികളെ ഇട്ടുമെതിക്കുമ്പോൾ. പ്രതിബന്ധങ്ങൾ. തരിശുനിലങ്ങളിലേക്ക് എന്ന കവിത കേവലം കാർഷിക വൃത്തിയുടെ ഒരാവിഷ്കാരമല്ല. അത് കഠിനാധ്വാനികളായ തൊഴിലാളികളുടെ ഒരു സ്തുതിഗീതമാണ്. അവരുടെ അചഞ്ചലമായ മനോബലത്തിൻ്റെയും നീതിക്കായുള്ള ദാഹത്തിൻ്റെയും ഒരു ഉജ്ജ്വല ചിത്രീകരണമാണ്.